മാഡം മാഡം പോവില്ലേ മാഡം? മാഡം നിക്കേ മാഡം, പ്ലീസ്. എങ്ങോട്ടാ? പ്ലീസ് മാഡം, ഞാനിതൊന്നും പറഞ്ഞെന്ന് ഹെഡ് മിസ്ട്രസിനോടും ടീച്ചേഴ്സിനോടും പറയല്ലേ. എങ്കിലും എനിക്കിത് കുഴപ്പമാവും. പ്ലീസ് മാഡം. കളിയുടെ പോക്ക് കണ്ടപ്പോഴേ കപ്പ് ഇത്തവണ സ്പെയിന് കൊണ്ടുപോകുന്ന എനിക്ക് ആദ്യമേ തോന്നിയതാ. കപ്പ് ആര് കൊണ്ടുപോയാലും നമുക്ക് എന്ത് കാര്യമോ സാർ? ഇത്രയും വർഷമായിട്ട് യോഗ്യത ഉണ്ടെന്ന് കാണിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ലല്ലോ. അത് ശരിക്കും ഇവിടെ നല്ല കോച്ച് ഇല്ലാത്തതുകൊണ്ടാ. എന്നെ പോലെ നല്ല മിഷനുള്ള കോച്ച് ഉണ്ടെങ്കിൽ നല്ല അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ വാർത്തെടുക്കാൻ പറ്റൂ. ഫോർവേഡിലും ബാക്ക്വേഡിലും ഒക്കെ നല്ല സ്പെഷ്യലിസ്റ്റുകളെ വാർത്തെടുക്കുന്നതാണല്ലോ ഒരു നല്ല കോച്ചിന്റെ മിടുക്ക്. അതിന് സുഭാഷ് സാറിന് ഫുട്ബോൾ കോച്ചിങ് ഒക്കെ അറിയാമോ? അറിയാമോന്നോ? ഗോതവർമ്മ കോളേജിൽ നിന്നും നല്ല 1ാം ക്ലാസ്സോട് കൂടി ഫുട്ബോൾ കോച്ചിങ് പാസ്സായവനാ ഈ ഞാൻ. പക്ഷേ നമ്മുടെ കഷ്ടകാലത്തിന് ഒരു രാജ്യം അറിയപ്പെടുന്ന കോച്ചാവാനുള്ള സാഹചര്യമൊന്നും എനിക്കില്ല. നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിനെ എന്റെ കയ്യിലെങ്ങാനും കിട്ടണമായിരുന്നു. നല്ല 1ാം തരം വേൾഡ് ക്ലാസ് ടീമാക്കി ഞാൻ അവരെ മാറ്റിയേനെ. ചുമ്മാ തള്ളി മറിക്കല്ലേ സുഭാഷ് സാറേ. നിങ്ങളെപ്പോലുള്ള കോച്ചുമാർക്ക് ഇതുപോലുള്ള തള്ളല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതാ കളത്തി മുട്ടപ്പൂജയും വാങ്ങി വെറുതെ കുത്തിയിരിക്കേണ്ടി വരുന്നത്. താനങ്ങനെ എന്നെ കളിയാക്കുവൊന്നും വേണ്ട. ഈ ഓണം കേറാ മൂലയിലെ ദരിദ്രവിലാസം സ്കൂൾ ആയിരുന്നിട്ട് കൂടി ഇവിടെ നിന്ന് 4-5 നല്ല മിടുക്കം പയ്യന്മാരെ ഞാൻ വാർത്തെടുത്തിട്ടുണ്ട്. എങ്ങനെ സാറേ, കമ്പിയും സിമെന്റും വെച്ചാണോ സാറ് വാർത്തെടുക്കുന്നേ? ചുമ്മാ കളിയാക്കല്ലേ ടീച്ചറെ. ടീച്ചർ കണ്ടോ അടുത്ത സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിൽ വിന്നേഴ്സ് ആവാൻ പോകുന്നത് ഞാൻ പ്രാക്ടീസ് ചെയ്ത എന്റെ പിള്ളേരായിരിക്കും. ഇതൊക്കെ നമ്മൾ കുറെ കേട്ടിട്ടുണ്ടേ. അതെ, നല്ല പ്ലേയേഴ്സ് ഉണ്ടാവണമെങ്കിൽ വിദേശത്ത് പോയി കോച്ചിങ് ചെയ്യണം. അതിനുള്ള അവസരം എങ്ങാനും നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഫുട്ബോൾ ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രം തന്നെ ഞാൻ മാറ്റി എഴുതേനെ. ഓ പിന്നെ വെറുതെ അല്ല സാറിന്റെ കയ്യിൽ ആരും ഫുട്ബോൾ ഒന്നും തരാത്തത്. സാറപ്പോഴേ മാറ്റിക്കളയല്ലേ. അയ്യോ, അവിടെ വെച്ചോളൂ മേഡം, ഞാൻ എടുത്തോളാം. ഈ കുട്ടികളെ കൊണ്ട് ഇതുപോലുള്ള ജോലിയും ചെയ്യിപ്പിക്കരുത് എന്നല്ലേ മാഡം ഉദ്ദേശിച്ചത്? സോറി മാഡം, ഇനി അങ്ങനെ ഉണ്ടാവില്ല. നിങ്ങൾക്കാർക്കും ക്ലാസ് ഇല്ലേന്നാ ദേവൂട്ടി ചോദിച്ചത്. അത് എനിക്ക് അടുത്ത പീരീഡേ ഉള്ളൂ. ഫുട്ബോൾ കോച്ചിങ്ങാ. അല്ല, എനിക്കിപ്പം ഈ 7th സ്റ്റാൻഡേർഡിന്റെ ഫുട്ബോൾ കോച്ചിങ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാനൊന്ന് പോയി നോക്കട്ടെ. പഠിപ്പിക്കുന്ന കാര്യത്തിലേ ഇവിടെ എല്ലാ അധ്യാപകർക്കും ഒരേ പരിഗണനയും നിയമങ്ങളുമാണ്. അതില് മാനേജ്മെന്റിന്റെ ബന്ധുവെന്നോ PTA പ്രസിഡന്റ് എന്നോ ഒന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. മോളെ,
എന്റെ മോൻ മാധവൻ ഉൾപ്പെടെ ഈ സ്കൂൾ ശബ്ദത്തോടെ ഭരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനുമൊക്കെ എത്രയോ മേലെയാ നിന്റെ ഈ നിശബ്ദതയുടെ ശബ്ദം. ഇപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി മോളെ. നീ പറഞ്ഞതുപോലെ ഈ സ്കൂള് പഴയ പ്രതാപം വീണ്ടെടുക്കാൻ എന്റെ മൂകാംബിക ദേവി അയച്ചതാ നിന്നെ. അത് നിന്റെ നിയോഗമായി കരുതുക. നിനക്കതിന് സാധിക്കും കുട്ടി. പാസ് കൊടുക്കടാ. ട്രിപ്പിള് ചെയ്യടാ. മൈനസ് പാസ് കൊടുക്കണോ? കളിക്കണാട്ട്. പാസ് കൊടുക്കടാ. വെട്ടിച്ചടിക്കടാ. ആരെ ആ ചങ്ങായിക്ക് വിട്ടുകൊടുക്ക. അടിക്ക്. പോസ്റ്റിലേക്ക് അടിക്കണോ? Goal! It's a real goal. Very good, very good. കളിച്ചോ, കളിച്ചോ. ഏട്ടാ നീ എന്തിനാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നല്ലമുണ്ടാക്കുന്നത്? നിന്നോട് ആര് പറഞ്ഞാ ഞങ്ങളുടെ ഫുട്ബോൾ തൊടാൻ? ചോദിച്ചില്ലേ? നിന്നോട് ആര് പറഞ്ഞാ ഞങ്ങളുടെ പന്തി തൊടാൻ? ഈ ഗ്രൗണ്ട് നിന്റെ വകയാണോ? ചോദിച്ചിട്ടില്ലേ ഈ ഗ്രൗണ്ട് നിന്റെ വകയാണോന്ന്? നിന്നെ ഞാനിന്ന് അങ്ങോട്ട് മാറ് മാറ്. പക്ഷെ ചേച്ചി സൂപ്പർ. സാറേ ഇവൻ എന്റെ കൈ കടിച്ചേ.